ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ നമ്മളെ വീട്ടിലെല്ലാം എന്തായാലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ തറവാട്ടിലാണ് കേട്ടോ ഉള്ളത്, ഇക്കാൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ ഇന്ന് ഇക്കാൻ്റെയൊക്കെ ഉമ്മാൻ്റെ ആണ്ടാണ്. ഉമ്മാൻ്റെ 10ാമത്തെ ആണ്ടാണ് കേട്ടോ. അപ്പോൾ രാത്രി ഇശാന് ശേഷം മൗലൂദും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇപ്പം ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവിടെ വാപ്പയും ഉമ്മ പിന്നെ 11 മക്കളായിരുന്നു കേട്ടോ. 9 ആണും 2 പെണ്ണുമാണ്. എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞു. വാപ്പയും മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം ആവാനായിന് കേട്ടോ. വാപ്പയും ഉമ്മയും ഇല്ല എന്നതൊരു സങ്കടം തന്നെയാണ്. അപ്പോൾ ഉമ്മാൻ്റെ 10ാമത്തെ ആണ്ടാണ്. അപ്പോൾ രാത്രി നമ്മളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഏട്ടന്മാരും പെങ്ങന്മാരും എല്ലാവരും വന്നിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ഇനി നമ്മളെ പറഞ്ഞില്ല പറയണ്ട കേട്ടോ. വിക്കതാ വരുത്താണ്. മക്കൾസ് എല്ലാവരും ഇതാക്കണ്. എല്ലാവരും കൂടെ ഒപ്പരം കൂടിയതിൻ്റെ ജഗ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഓരോ റൂമിലും ഓരോ ഭാഗത്തൊക്കെ കുറേശ്ശെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വരുന്ന വഴിക്ക് അങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അടുക്കളയിൽ താഴെ അടുക്കളയിലേക്ക് എത്തിയതാണ്. അപ്പോൾ അവിടെ ഭക്ഷണം ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കണേ, ചിക്കൻ്റെ. അപ്പോൾ അത് ഉണ്ടാക്കണ ഇതിലൊക്കെയാണ്. അപ്പം ഞാൻ മെല്ലെ ഒന്ന് ഇങ്ങോട്ടേക്കും ഒന്ന് എത്തി നോക്കിയതേനി കേട്ടോ. ഇവരൊക്കെ കുറേ ആൾക്കാരൊക്കെ മാനന്തവാടിയാണ് കേട്ടോ. പിന്നെ ഏട്ടന്മാരും പെങ്ങന്മാർ, ഒരാൾ കുഴിനിലത്ത്, ഒരാൾ മാനന്തവാടി, അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണുള്ളത്. അപ്പം എല്ലാവരും വന്നതിൻ്റെ ആ ഒരു കട്ടൻ ചായ കുടിക്കലും ഓരോരുത്തരും ഓരോരോ പണിയിലും കാര്യങ്ങളിലും തിരക്കിലൊക്കെയാണ്. അപ്പോൾ ദം ബിരിയാണീൻ്റെ മസാല ഇതൊരു ഭാഗത്താക്കിക്കണ്. ചോറ് അപ്പുറത്തുനിന്ന് റെഡിയാക്കി ദമ്മ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചായയാണ്. അപ്പോൾ ഇത് തന്നപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തിട്ട് പോയിട്ടുണ്ട് ഇനിയത്. അപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടുന്ന് എല്ലാവരും കൂടി എണീച്ച് ഇപ്പുറത്തേക്ക് വന്നിക്കണം. പിന്നെ കുറേ ആൾക്കാർ വീഡിയോ എടുക്കുമ്പം എടുക്കല്ലേ, ഇനിയൊന്നും എടുക്കല്ലേ എന്ന് പറയും. കുറേ ആൾക്കാർ എടുക്കുമെന്ന് പറയും. അപ്പോൾ പിന്നെ എന്താ പറയുക, അപ്പോൾ ഓരോരുത്തർ നോക്കി എടുക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ ക്യാമറ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഇന്നെ ഈ വീഡിയോയിൽ അധികമൊന്നും കാണാനില്ല ഇനി കേട്ടോ. കാരണം എടുക്കുന്നത് ഞാനായതുകൊണ്ട് തന്നെ ഇന്നെ കാണൽ കുറച്ച് കുറവേനു കേട്ടോ. നിച്ചുമോക്കൊക്കെ വീഡിയോ എടുത്തു തരാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇതാണ് ഇന്നെ എടുക്കുമെന്ന് പറഞ്ഞ് വന്നതാണ്, ഏട്ടൻ്റെ മോനാണ്. അപ്പോൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഓന് ഇന്നെ ഒന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓന് ഫോണിൻ്റെ അടുത്തേക്ക് വന്നതേനി കേട്ടോ. അപ്പോൾ നമ്മൾ മഗ്‌രിബിന് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങിയേക്കണ്. മുറ്റത്ത് ഇറങ്ങിയ ആണുങ്ങളും കുട്ടികളും എല്ലാവരും കൂടെ ഖബറുമ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ പള്ളിയിൽ മക്കാമിലൊക്കെ ഒന്ന് പോയി പള്ളിയിലേക്കൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അവരെല്ലാവരും കൂടെ. ഇനിയിപ്പോൾ ആരൊക്കെയോ കുറച്ച് ആൾക്കാരെ കാത്ത് നിൽക്കാനൊക്കെ ഉണ്ട്. പിന്നെ നിച്ചോളും എല്ലാ മക്കൾസും എല്ലാം. പിന്നെ ഞങ്ങൾ വലിയൊരു പെണ്ണുങ്ങന്മാർ മാത്രം ഇവിടെ ഉണ്ടായിട്ടുള്ളതിന് കേട്ടോ. വണ്ടിയിലങ്ങ് ചാട്ടാക്കി കയറാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു നാച്ചിക്കുട്ടൻ വരെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോയിക്കണേ. പിന്നെ ഓരോ നോക്കാൻ വേണ്ടിയിട്ട് നിച്ചുവിനെയും പാത്തുവിനെയൊക്കെ നമ്മൾ പിന്നെ അതിൽ കയറ്റി വിട്ടിട്ടുണ്ടായിന് കേട്ടോ. കുറേ ആൾക്കാർ ജീപ്പിൽ പോയി, ബാക്കിയുള്ളവരൊക്കെ സ്കൂട്ടിയിലും ബൈക്കിലൊക്കെ ആയിട്ട് പിന്നെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിനത്. അപ്പം ഒരുപാട് ഒരുപാട് നാളുകൾക്കും ദിവസങ്ങൾക്കും എപ്പോഴൊക്കെയോ ആണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുകയെന്ന് പറയുന്നത്. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആണ്ടീനൊക്കെ തന്നെ ആയിക്കോട്ടോ. ബാക്കിയുള്ളവർക്ക് ചിലപ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവാണ്ടേയും വരാം, അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും ഉണ്ടാവുകയും ഇല്ലായ്കയും ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവർ പള്ളിയിലൊക്കെ പോയി സിയാറത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മൗലൂദ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം കിണ്ണത്തപ്പവും അലുവയും കൂടെ മുറിച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ അതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ കൊലായിൽ നിരത്തി പായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരെല്ലാവരും പാടെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെണ്ണുങ്ങന്മാർ ഹാളിലും റൂമിലും അടുക്കളയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒച്ചയും പടയും ബഹളവും ആയിട്ടൊന്നും മൗലൂദും കേൾക്കണില്ല, വർത്താനവും കേൾക്കണില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് കേട്ടോ. ആളെല്ലാവരും കൂടെ കൂടിയപ്പോൾ ഒരാളെ വിളിക്കണ തന്നെ കേൾക്കാമല്ല. മക്കളെ ഒച്ചപ്പാട് പിന്നെ പ്രത്യേകിച്ച് വേറെ പറയും വേണ്ടല്ലോ. അപ്പോൾ അപ്പോൾ ഒന്നും കേൾക്കണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പാൽച്ചായ ആക്കി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആകെ മേശമ്മക്കൂടെയൊക്കെ മറന്ന് എരപ്പായിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കണ തിരക്കാണ്, ജഗപൊകയാണ്. നാസിമോനാണെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കണടുത്തേ ഓനെയും കൊണ്ട് ഞാൻ കുറേ നേരമായി ഫോൺ എടുത്തിരിക്കണ്, സമ്മതിക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഓനെ മെല്ലെ ഞാൻ അഡ്ജസ്റ്റ് ആക്കി അവിടെ ഇരുത്തിയിട്ടൊക്കെ വന്നതേന്. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു ഒച്ചയും പടയിൽ എന്തായാലും ഇപ്പോൾ ചെല്ലണതൊന്നും കേൾക്കൂലല്ലോ. അപ്പോൾ അനിയൻ്റെ വീട്ടിൽ പോയിട്ട് ബോക്സും മൈക്കും എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ.
അപ്പം അങ്ങനെ ആയാലേ ഇപ്പം എന്തായാലും കേക്കുള്ളൂ. അപ്പം അതൊക്കെ കൊണ്ടുവന്നൊന്ന് സെറ്റാക്കിക്കണ്. ഞാച്ചിയും കുട്ടികളും എല്ലാം കുറേയൊക്കെ പായിൽ ഇരിക്കണുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അതിൽ കളിക്കുന്നുണ്ട്. എന്തായാലും മൗലൂദ് ചെല്ലണ ആ ഒരു സമയത്ത് പിന്നെ മക്കൾസൊക്കെ വളരെ ചെറിയ ഏറ്റിങ്ങൾ മാത്രം ഒന്ന് അതിലൊക്കെ നടന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ നല്ലോണം അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നു. എത്ര എല്ലാവരും കൂടുമ്പോൾ ഒരു സന്തോഷമാണെന്നുണ്ടെങ്കിലും ഈ ഒരു സന്തോഷത്തിൻ്റെ പിന്നിലൊരു സങ്കടം തന്നെയാണ്. വാപ്പയും ഉമ്മയും ഇല്ല എന്നുണ്ടെങ്കിലേ എവിടെയായാലും ആർക്കായാലും ഉമ്മയും വാപ്പയും ഇല്ലാണ്ടായാൽ നമ്മളെ എല്ലാം കഴിഞ്ഞെന്ന് തന്നെയാണല്ലോ അല്ലേ. എന്തായാലും ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തൊക്കെ ഉണ്ടാവട്ടെ. അതുപോലെ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ദുആ ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെ അല്ലേ പറ്റുള്ളൂ. ഇന്ന് നീ നാളെ ഞാൻ എന്നല്ലേ പറയല്ലേ. അപ്പം മൗലൂദൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. അതാ കുട്ടികൾസ് കുറേ എണ്ണം അതിലൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്, പിന്നെയും വരും, അങ്ങോട്ട് പോവും. അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ പിന്നെ ഇതാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മൗലൂദ് ചെല്ലലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അതേ പായി തന്നെ ഫസ്റ്റ് ട്രിപ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റൊക്കെ കൊടുന്ന് വെച്ചാണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി മേശമ്മൽ കുറച്ച് ആൾക്കാർ അപ്പുറത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ നാച്ചിക്കുട്ടനക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലെടുത്തിട്ട് ഓനെയും കൊണ്ട് വന്നതേനെ. അപ്പോൾ ഓനക്ക് ഉപ്പച്ചി വാരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതേനെ കേട്ടോ ഓൻ്റെ ഇളക്കം. പിന്നെ എന്തായാലും ഓനക്കുള്ള ചോറൊക്കെ ഉപ്പച്ചിയൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഓരോ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾസ് എല്ലാവരും കൂടെ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്. ആണുങ്ങളെല്ലാവരും അപ്പുറത്ത് ഇരുന്നാണ്. ഞങ്ങളെല്ലാവരും വന്നിട്ട് ഇപ്പുറത്ത് പായിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കണ ഈ ഒരു ഇരുത്തത്തിലുണ്ട് ഒരു സുഖം കേട്ടോ. കഥയും പറഞ്ഞ് അങ്ങനെ ഇരിക്കാനുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞതാ കുറച്ച് ആൾക്കാർ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ബാക്കി പിന്നെ ഉള്ളിൽ അടിച്ചു വാരുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഓരോരോ പണിയിലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ പകുതി മുക്കാൽ ആൾക്കാരും ഇന്ന് തന്നെ പോകണവരായിരുന്നു കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് മുറ്റത്ത് ഇറങ്ങിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇതൊക്കെ. അപ്പം എല്ലാവരും കുറേ ആൾക്കാരൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാനന്തവാടി ഉള്ളവരൊക്കെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെങ്ങന്മാർ രണ്ടാളും ഇവിടെ ഉണ്ടായിരുന്നു, താത്തയും ഉണ്ടായി. ബാക്കിയുള്ളവരൊക്കെ പോകാൻ വേണ്ടി ലഗേജൊക്കെ എടുത്ത് ഇറങ്ങിയതേനു. നമ്മളും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.